മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി തങ്ങൾ ചോദിച്ചു നബിയോടൊരു ചോദ്യം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ എനിക്കൊരു അവസരം വേണം. നാളെ സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അങ്ങയുടെ കൂടെയായിരിക്കണം നബിയേ. അതൊരു ചോദ്യമാണ്. അവ ഗൈറ ദാലിക്, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സമ്പത്ത് വേണം, പൈസ തരൂ നബിയെ, കാശ് തരൂ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിച്ചത് അതല്ലല്ലോ. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ? വേണ്ട നബിയെ, എനിക്ക് ഇതാണ് വേണ്ടത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം. അതാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമാവേണ്ടത്, ഉന്നതങ്ങളിലേക്ക് നോക്കാൻ കഴിയുക. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കത് ലഭിക്കും. ഫഅഇന്നി അലാ ദാലിക ബികത്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. സാബിഖൂ, നിങ്ങൾ മത്സരിക്കേണ്ടവരാണ്. സബഖ്, സാബിഖ്. നമ്മുടെ തങ്ങളുടെ പേര് സാബിഖ് അലി തങ്ങളാണ്, ശിഹാബ് തങ്ങൾ. സ്വാദിഖ് അലി തങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോകും. സാബിഖ് സാബിഖുൻ ഇലൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്നോട്ട് ഓടിയെത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്നോട്ട് ഓടി വരണേ. സബഖ യസ്ബിഖു, സാബിഖ്, നമ്മൾ മുന്നോട്ട് വരേണ്ടവരാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്. ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടത്തിൽ മെച്ചമുണ്ടായി, വലിയ പൈസക്കാരനായ ആളെ കാണുമ്പോ, ഗൾഫിൽ പോയിട്ട് വലിയ ബിസിനസ്സുകാരനായി മാറി, വലിയ സമ്പാദ്യം ഉണ്ടായി, ഐഹികമായ സൗകര്യങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നത് കണ്ടാൽ, ഇദാ റഅയ്തുർ റജുല യുനാഫിസുക ഫിദ്ദുനിയാ ഫനാഫിസുഹു ഫിൽ ആഖിറ, എന്നാൽ അയാളോട് മത്സരിക്കേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ്. അവന് കച്ചവടത്തിന്റെ ഇടയ്ക്ക് ജമാഅത്ത് കിട്ടുന്നുണ്ടാവില്ല, ഞാൻ എല്ലാ ജമാഅത്തിനും കൂടി ഇരിക്കട്ടെ. അവന് കച്ചവടത്തിന്റെ ഇടയ്ക്ക് സ്വലാത്ത് ചൊല്ലാനും ദിക്റിന്റെ മജ്ലിസോ മജ്ലിസുൻ നൂറോ അല്ലെങ്കിൽ അദ്കാറുകളോ ഇതിനൊന്നും നേരം കിട്ടില്ല, ഞാനത് പോയി ചെയ്യട്ടെ. അവൻ മത്സരിക്കുന്നത് ഇവിടെയാണ്, എന്റെ മത്സരം ഇവിടെയാണ്. മുഅ്മിൻ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഇദസ്തതഅത അല്ലാ യസ്ബിഖക അഹദുൻ ഇലല്ലാഹി ഫഫഅൽ. മഹാനായ ഉഹൈബ് ഇബ്നുൽ വറദ് റളിയല്ലാഹു അൻഹുവിന്റെ അനശ്വരമായ വാക്കാണിത്, മറക്കാൻ കഴിയാത്തൊരു പ്രയോഗമാണിത്. ഉഹൈബ് ഇബ്നു വറദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദസ്തതഅത ഇനിസ്തതഅത അല്ലാ യസ്ബിഖക ഇലല്ലാഹി അഹദുൻ ഫഫഅൽ. നിനക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഓടിയെടുക്കാൻ, മറ്റാരെക്കാളും മുമ്പിൽ നീ ആദ്യം എത്തണം എന്ന് നിനക്ക് ഒരാഗ്രഹമുണ്ട്, ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിലേക്ക് ആദ്യം ഓടിയെടുക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജുമുഅക്ക് കഴിയാൻ നേരത്ത് കയറി വരിക, സലാം വീട്ടുമ്പോഴേക്ക് ഇറങ്ങി പോവുക, അതൊന്നും ഈ പറഞ്ഞു കൂട്ടൂലേ. എവിടെ ആദ്യം തീരുന്നത്, എവിടെ പെട്ടെന്ന് തറാവീഹ് തീരുക, ഇത് നോക്കി നടക്കും. റജബായില്ലേ, ഇനി റമദാനൊക്കെ വരുമ്പോഴേ വേഗം തീരുന്നത് എവിടെയാണ്? അങ്ങനെയൊന്നും അല്ലല്ലോ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുത്തില്ല എന്നല്ലേ ഇതിനർത്ഥം. അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാൻ നിങ്ങളല്ലാതെ മറ്റാര് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് എത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവേണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നതസദ്ദഖ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ദാനം ചെയ്യാൻ പറഞ്ഞ ഒരു നേരമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, പൈസ വേണം, ദാനം ചെയ്യണം, നിങ്ങൾ പൈസ കൊടുക്കണം ദീനിന്. ഞാൻ കൊടുത്തു, ഒരുപാട് കൊടുത്തു. ഞാൻ വിചാരിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇതിലെങ്കിലും ഞാൻ തോൽപ്പിച്ചു കാണും. നോക്കുമ്പോൾ ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുപോയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, ഉമർ എന്നവരെ പകുതി ബാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ, അല്ലാഹു വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് നബിയെ ഞാൻ ബാക്കി വെച്ചത്, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നി സിദ്ദീഖിനോട് മത്സരിച്ചാൽ റളിയല്ലാഹു അൻഹു എനിക്ക് ജയിക്കാൻ കഴിയില്ല. സാബിഖും ബിൽ ഖൈറാത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്നു. അവസാന നേരം
ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരം അതഅജബൂന മിൻ ഖിഫത്തി സാഖി ഫവല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി ഇൻദല്ലാഹി മിൻ ജബലി ഉഹുദ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ചെറിയൊരു മനുഷ്യനായിരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാക്കന്മാരിൽ ഖുർആനിന്റെ ആലിമീങ്ങളിൽ മുഫസ്സിറുകളിൽ എണ്ണുന്ന മഹാൻ ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ സ്വഹാബികളിലെ ആലിമായി അറിയപ്പെടുന്ന ഖാരിഉൽ ഖുർആൻ ഇബ്നു അബ്ദ് എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ്. ഷഖീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു, മഹാൻ കരയാൻ തുടങ്ങി. ഇബ്നു മസ്ഊദ് എന്നവർ കരയുകയാണ്. ഒരു മരത്തിൽ കയറിയിട്ട് നബി തങ്ങൾക്ക് വേണ്ടി ഒരു അറാഖിന് ഒരു കമ്പ് പൊട്ടിക്കാൻ വേണ്ടി മരമുകളിൽ കയറിയപ്പോ കാറ്റടിച്ചപ്പോ മരത്തിനൊപ്പം ഇബ്നു മസ്ഊദ് എന്നവരും ആടുന്നത് കണ്ടപ്പോ ശരീരം മെലിഞ്ഞ ഭാരമില്ലാത്ത കാലുകൾ കണ്ട് ചിരിച്ചപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ കനമില്ലാത്ത കാലിലേക്കാണോ നോക്കുന്നത്? ആ രണ്ട് കാലുകൾ നാളെ അല്ലാഹുവിന്റെ മീസാനിലേക്ക് വെച്ചാൽ ഉഹദ് മലയേക്കാൾ അതിന് ഭാരമുണ്ട് എന്ന് ആശയങ്ങളെ നോക്കാൻ പഠിപ്പിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ ഭാരത്തിലേക്കല്ല, അകത്തിരിക്കുന്ന കനം, ഹൃദയത്തിനുള്ളിലെ വെളിച്ചം, ജ്ഞാനത്തിന്റെ കരുത്ത്, ഈമാനിന്റെ പ്രഭ, ഇതകത്തുള്ള ഒരാളുടെ ശരീരം മെലിഞ്ഞെങ്കിൽ എന്താ, കൈകാലുകൾ ഇല്ലെങ്കിൽ എന്താ, അംഗവൈകല്യം സംഭവിച്ചെങ്കിൽ എന്താ, വാർദ്ധക്യം പിടിച്ചെങ്കിൽ എന്താ, ഈമാനുണ്ടെങ്കിൽ അതഅജബൂന മിൻ ഖിഫത്തി സാഖി, ആ കാലുകളുടെ വണ്ണം കുറവ് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട് ചിരിക്കുകയാണോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നാളെ പരലോകത്ത് ജബൽ ഉഹദിനെക്കാളും ആ കാലുകൾക്ക് ഭാരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് എന്നവർ കരയുന്നു. ആളുകൾ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നിങ്ങൾ എന്തിനാണ് ഈ മരണസമയത്ത് കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന ചോദ്യം വന്നു. മഹാന്റെ മറുപടി, ഇന്നി ലാ അബ്കി ലി അജലിൽ മറദ്, രോഗം വന്ന വിഷമത്തിലാണ് എന്നതുകൊണ്ടല്ല ഞാൻ കരയുന്നത്, രോഗത്തിന്റെ വേദന കൊണ്ടല്ല. എന്തുകൊണ്ട് രോഗത്തിന്റെ വേദനയിൽ പരിതപിച്ചുകൂടാ? അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും പരാതി ശപിച്ചുകൂടാ? എന്തുകൊണ്ട് പറ്റില്ല? ലിഅന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മെഹബൂബായ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മറദു കഫാറത്തുൻ, രോഗം മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അസുഖം ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ്. പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല. ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരരുത്. നമ്മൾ ആരെയും, ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത്. നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ കഫാറത്തുൻ, അത് പ്രായശ്ചിത്തമല്ലേ? പക്ഷേ ഞാൻ കരയാനുള്ള കാരണം, ഇന്നമാ അബ്കി അന്നഹു അസ്വാബനി അലാ ഹാലി ഫത്ര, ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത്. വലം യുസുബ്നി ഫീ ഹാലി ഇജ്തിഹാദിൻ, ഞാൻ അധ്വാനിച്ച് ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ, ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത്. ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത്. അതിനാണ് ഞാൻ കരയുന്നത്. ഇതിനെന്തിനാ കരയേണ്ടത്? لأنه يكتب للعبد من الأجر إذا مرض ما كان يكتب له قبل أن يمرض فمنعه منه المرض. കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത്, നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്നൊരാൾ കിടപ്പിലായി പോയാൽ, ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ, അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്ക് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടിച്ചാടി നടക്കുന്ന ഒരാളെ പെട്ടെന്നൊരു ആക്സിഡന്റ് ആയി, ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അല്ലാഹു അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെഴുതാനാണ്? എന്റെ വിഷമം അതാണ്. ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായി പോയല്ലോ, എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യുവജനങ്ങളോട് പറയട്ടെ, ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്രയെത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയുമോ അത് ചേർന്നു കൊടുക്കിൻ. രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത്. അതും
തതവ്വുഅൻ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാ. ശമ്പളമില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ. ശമ്പളം നമ്മുടെ വിഖായ വോളണ്ടിയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ, സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ്. നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാർ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും. അതാണ് വിഷയം. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാർ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം. നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ്? ഏറ്റവും നല്ല അമൽ എന്താ? നമ്മൾ വിചാരിക്കും ഹജ്ജ് ചെയ്യലായിരിക്കും, ഉംറ ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും. ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ. ഒരു മനുഷ്യന്റെ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്, മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക. ഇതാണത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം. ഏറ്റവും നല്ല കർമ്മം അതാണത്രേ, മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക. അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ, അല്ലേ? ചിലപ്പോ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും, ഒരു ആശ്വാസ വാക്ക് മതിയാവും. നമ്മൾ ഇതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക. എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും. എനിക്ക് അസുഖം വന്നത് വാർദ്ധക്യത്തിലായി പോയല്ലോ, അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. രോഗത്തെ ഞാൻ പഴിക്കുകയല്ല. അൽ മറദു കഫാറത്തുൻ, രോഗം പ്രായശ്ചിത്തമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബി, ശരീരം മെലിഞ്ഞു പോയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു കളയാണ്, സമയം കൊല്ലുകയാണ് നമ്മൾ. മുസ്ലിമീങ്ങൾ എത്രയും ഡിസിപ്ലിൻഡായി ഇശാനിസ്കാരം കഴിഞ്ഞാൽ 3 വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂ എന്നാ. അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ്, പോയി ഉറങ്ങണം എന്നാണ്. എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ. സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്ത് ഓതേണ്ടത്, തിവാലുൽ മുഫസ്സലൊക്കെ. നമ്മൾ ഇന്നാത്തിനാക്കെന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക. എന്തുകൊണ്ട്? സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമില്ല, ആർക്കോ വേണ്ടി എണീറ്റ് ഓടുകയാണ്. ഇശാൻസ്കാരം കഴിഞ്ഞൊരു മാക്സിമം ഒരു 9-9:30 മണി, 10 മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും. നമ്മൾ അപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത്. രാത്രി ഭക്ഷണം, നൈറ്റ് ഫുഡ്, ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ? രാത്രിയായി കഴിഞ്ഞാൽ കന്നുകാലികൾ പോലും തിന്നാറില്ലെന്നാണ്. രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല, പക്ഷികൾ തിന്നില്ല ഭക്ഷണം, കോഴികൾ തിന്നില്ല ഭക്ഷണം. ഇട്ടുകൊടുത്ത് നോക്കൂ, രാത്രി തിന്നൂല. എന്തേ? മനുഷ്യന്റെ ആമാശയം വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ. നമ്മളിപ്പോൾ രാത്രി കല്യാണം, നേരം വെളുക്കോളം തിന്നുക. ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതം. അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന, ജപ്പാനൊന്നല്ല, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരേക്കും നമ്മുടെ കൂടെ. ഇത് അള്ളാഹുവിന്റെ സത്യവൈഭവമാണ്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയിപ്പോയേനെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ്. ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ്. നമ്മുടെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, നപുംസകകളുടെ ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും. ഇവരാരെയാ കാത്തിരിക്കുന്നത്? ഇവർക്ക് വരാനും കൂട്ടിക്കൊണ്ടുപോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത്. മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. രാത്രികാലങ്ങളിൽ ഇങ്ങനെ അഭിശപ്തമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ, രാത്രി സമയങ്ങളിൽ അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്ന് പടച്ച തമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നത് എത്ര പരിതാപകരമാണ്. നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട്. ഇതിനൊക്കെ പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ. നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടപൊരുതണം. നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ്. രാത്രി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ, കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവരെ തബീബുൽ ഖുലൂബ് അങ്ങനെ പറയാ, ഏറ്റവും വലിയ കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആണ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ. ഹൃദയ ശസ്ത്രക്രിയയുടെ മഹാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയ ശസ്ത്രക്രിയയുടെ ഡോക്ടറാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല,
കീറിമുറിക്കുന്ന ഓപ്പറേഷൻ അല്ല, ഹൃദയത്തിൻ്റെ ഉള്ള് നന്നാക്കി തരുന്ന മഹാൻ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി.